എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ കൊരട്ടി ദേശീയപാതയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദേവാലയം കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ലത്തീൻ ദേവാലയം, വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രം. ഞാൻ ആ ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ഇടയ്ക്കൊക്കെ ദേവാലയത്തിൽ പോകാറുണ്ട്. വലിയ അത്ഭുത ശക്തിയുള്ള പല കാര്യങ്ങളും നടക്കുന്ന, പ്രാർത്ഥനാ സഹായം ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വരുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയം. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു അതുല്യനായ ഒരു വ്യക്തി, അതായത് നമ്മളൊക്കെ മറന്നുപോയുള്ള, എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വലിയ സാഹിത്യകാരന് അദ്ദേഹത്തിൻ്റെ 25ാം ഓർമ്മദിനം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ആരാണെന്നറിയോ? ഞാൻ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പാട്ട് പാടാം. ഈ പാട്ട് എഴുതിയ ആൾ തിരുമുടിക്കുന്നുകാരനാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നീതാ നന്ദി നന്നായി. ഈ പറയുന്ന ഗാനം ഇത് പാടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ സായാഹ്ന സമയത്താണ്, ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ഈ പാട്ട് പാടുന്നത്. വലിയൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുക. ഈ പാട്ട് എഴുതിയിട്ടുള്ള ആൾ വർഗീസ് ജെ മാളിയേക്കൽ എന്ന് പറയുന്ന അതുല്യ വ്യക്തിയാണ്. അദ്ദേഹം തിരുമുടിക്കുന്നുകാരനാണെന്ന് അടുത്ത അവസരത്തിലാണ് അറിയാൻ സാധിച്ചത്. വർഗീസ് ജെ മാളിയേക്കൽ എന്ന് പറയുന്ന അതുല്യ സാഹിത്യകാരൻ നമ്മെ വിട്ടു പോയിട്ട് 25 വർഷം കഴിയുന്നു. ആ ഓർമ്മദിനം അദ്ദേഹത്തിൻ്റെ രചനാ സമാഹാരങ്ങളുടെ എല്ലാം ഒരു പുസ്തക പതിപ്പ് പ്രകാശനവും, അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ ലാൽ ജോസൊക്കെ വന്ന് ഒരുപാട് അതുല്യ വ്യക്തിത്വങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ഇവിടെ നടക്കുകയാണ്. നമുക്കതിൻ്റെ പരിപാടികളിലേക്ക് കടന്നു ചെല്ലാം. ശോഭയോടെ വിലസുഖമേ കലയുടെ മഞ്ജുള നിലയനമേ വിലസുഖ വിലസുഖ നിൻ വിജയധ്വജ അതിലിളകുന്ന പതാകയുമായി കൈവല്യ സ്വരൂപന ദൈവമേ അങ്ങേ ഞങ്ങൾ ശ്രീ വർഗീസ് ജെ മാളിയേക്കൽ നമ്മുടെ നാട്ടിലെ ആദർശധീരനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. നാടകങ്ങളും നാടകഗാനങ്ങളും എഴുതുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രതിഭാധനനായ ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. തിരുവടിക്കുന്നിലും റിട്ടയർമെൻറ്റിന് ശേഷം ചാലക്കുടിയിലെ അമല കോളേജിലും പല തലമുറകളെ മലയാളം പഠിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഒരു ഭാഷാധ്യാപകനായിരുന്നു. പക്ഷേ ഈ നിലകളിലെല്ലാം നമ്മുടെ നാടിന് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള വേറെയും ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവർക്കാർക്കും തൊടാൻ കഴിയാത്ത, കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്ത വലിയൊരു സംഭാവന ശ്രീ വർഗീസ് ജെ മാളിയേക്കലിൻ്റെതായിട്ടുള്ളത് ക്രിസ്ത്യൻ ഭക്തിഗാന രചനാ രംഗത്താണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ, കത്തോലിക്കാ സഭയുടെ വിശേഷിച്ചും ചരിത്രം എഴുതുന്നവർക്ക് അതിൻ്റെ ആരാധനാക്രമ ചരിത്രത്തിൽ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു പേരാണ് ശ്രീ വർഗീസ് ജെ മാളിയേക്കലിൻ്റെ. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന ആത്മീയ ഈണസ്പർശങ്ങളുള്ള പാട്ടുകളുടെയും രചയിതാവും അധ്യാപകനുമായിരുന്ന വർഗീസ് ജെ മാളിയേക്കലിൻ്റെ അനശ്വരമായ സ്മരണകൾ നെഞ്ചിലേറ്റി അദ്ദേഹത്തിൻ്റെ 25ാം അനുസ്മരണ ദിനം നടന്നു. KCBC മാധ്യമ അവാർഡ് ജേതാവും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അവാർഡ് ജേതാവുമായ വർഗീസ് ജെ മാളിയേക്കലിൻ്റെ 25ാമത് അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ രചനാ സമാഹരണങ്ങളുടെ പ്രകാശനവും കൊരട്ടി സെയിൻറ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ സിനിമാ സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി സെയിൻറ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഞാനുറങ്ങാൻ പോകും മുൻപായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതോടെ കേരളത്തിലെങ്ങും വളരെ പ്രശസ്തനായ വർഗീസ് ജെ മാളിയേക്കൽ ആരാധിച്ചിടുന്നു ഞാൻ സർവേശ്വര വാഴുക യേശുവിനാത്മാവേ പാവനാത്മാവേ നീ വരണമൻ മാനസ മണികോവിലിൽ നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ തുടങ്ങി ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചു. ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലും കുർബാനയും ആരാധനക്രമം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നും മലയാളത്തിലാക്കാൻ സഭ തീരുമാനിച്ചപ്പോൾ ലത്തീൻ സഭയ്ക്ക് വേണ്ടി ഗാനങ്ങളൊരുക്കാൻ ചുമതലപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു വർഗീസ് ജെ മാളിയേക്കൽ. ലത്തീൻ സഭയുടെ മൃതസംസ്കാരം, വിശുദ്ധവാര കർമ്മങ്ങൾ, വെഞ്ചിരിപ്പ്, വേസ്പര തുടങ്ങിയവയ്ക്കായി വർഗീസ് ജെ മാളിയേക്കൽ ഒട്ടേറെ ഗാനങ്ങൾ എഴുതി. 2000ഓളം ഗാനങ്ങൾ വർഗീസ് ജെ മാളിയേക്കലിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു.
അദ്ദേഹത്തിൻ്റെ രചനാസമാഹാരങ്ങളുടെ പ്രകാശനം കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് ജോസഫ് വടക്കുന്തല നിർവഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആർ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. കലാഭവൻ ഡയറക്ടർ റവറൻ ഡോക്ടർ ചെറിയാൻ കുനിയന്തോടത്ത്, ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം, സെയിൻറ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ബിജു തട്ടാരശ്ശേരി, ഫാദർ രാജൻ പുന്നക്കൽ, സംഗീത സംവിധായകൻ അജയ് ജോസഫ്, ജനറൽ കൺവീനർ ഷിജു അച്ചാണ്ടി, ജോയിന്റ് കൺവീനർ ജിഷു ജോൺ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനു ശേഷം ഗാനമേളയും ആലപ്പുഴ കൃപാസനം അവതരിപ്പിച്ച ചവിട്ടുനാടകവും അരങ്ങേറി. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി എന്നുള്ള പാട്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ അമ്മ ഈ വലപ്പാട് മിഡ്സമ്മർ വെക്കേഷന് പോകുമ്പോൾ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചൊല്ലാറുള്ള പാട്ടാണ്, പാടാറുള്ള പാട്ടാണ്. ആ പാട്ട് നമ്മുടെ മനസ്സിലൊക്കെ വളരെ രൂഢമൂലമായി കിടന്നിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നീട് മുതിർന്നപ്പോൾ പാട്ടുകളിലുമൊക്കെ താല്പര്യം ഉണ്ടായ സമയത്ത് അത് തൊമ്മനും മക്കളും എന്ന സിനിമയിലെ പാട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് 1965 ഉണ്ടായ സിനിമയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ തൊമ്മനും മക്കളും മ്യൂസിക് ചെയ്ത് ബാബുരാജും ഭാസ്കരൻ മാഷാണ് ലിറിക്സ് എഴുതിയെന്ന് മനസ്സിലായപ്പോൾ അത് അവരുടെ പാട്ടായിട്ടാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ സംവിധായകനായപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിൽ കരുണാമയനെ കാവലുകളൊക്കെ എന്ന് പറഞ്ഞൊരു പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പാട്ടിൻ്റെ ഒരു ഓർമ്മയിലായിരുന്നു. സിറിയൻ ചർച്ച് ഒറ്റപ്പാലത്ത് വരുന്നതിന് മുമ്പ് ഒറ്റപ്പാലം LSM ഗവൺമെൻറ് ലാറ്റിൻ ചർച്ചിലാണ് ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലം വരെ പോയിട്ടുള്ളത്. അപ്പോൾ ആ പ്രീ ഡിഗ്രി കാലം വരെ ഞാൻ ആ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ പാടുന്ന എല്ലാ പാട്ടും ലാറ്റിൻ രീതിയിലുള്ള എല്ലാം കുർബാനക്രമവും പാട്ടുകളൊക്കെ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ വീണ്ടും കേട്ടിട്ടുള്ള നല്ല പരിചിതമായ പാട്ടുകൾ ഇങ്ങനെ പൊന്തി വരികയാണ്. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ആ ഒരു ലാളിത്യമാണ്, രചനാ ലാളിത്യം. എത്രയോ പേരാണ്, എത്രയോ എനിക്കൊന്ന് ഇവിടുത്തെ ഈ കൊരട്ടിയിലെ നൊവേനയ്ക്കും പ്രാരംഭഗാനം വർഗീസ് മാളിയേക്കൽ രചിച്ച സർവശക്തനായ ദൈവം, അതല്ലേ പാടുന്നത് അല്ലേ? സ്ഥിരമായി ആലപിച്ചിരുന്ന ഗാനം അതാണ്. എത്രയോ ആയിരങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഏറ്റുപാടുന്നു. ലത്തീൻ ഗാനത്തിൻ്റെ വിശുദ്ധ ബലിയുടെ അവസരത്തിൽ ആലപിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു എന്നുള്ള സ്തോത്രഗീതം മാത്രമല്ല, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആലപിക്കുന്ന ആ ഗാനം, ഇതൊക്കെ വർഗീസാറാണ് രചിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല. പരിശുദ്ധൻ, സ്വർഗത്തിൽ വാഴും, ഇതെല്ലാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ രചനാ വൈഭവം കൊണ്ട് മലയാള ഭാഷയെ മാത്രമല്ല ആരാധനാ സംഗീത മേഖലയെ തന്നെ സമ്പന്നമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അതെല്ലാം വളരെ ലളിതമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, നിൻമുൻപിൽ കൈകൂപ്പി കുമ്പിടുന്നു. എത്ര സിമ്പിളാണ്, അതിലൊരു വാക്ക് പോലും നമുക്ക് മനസ്സിലാകാത്തതില്ല. അറിയാതെ നമ്മുടെ കൈകളിങ്ങനെ കൂപ്പി കുമ്പിട്ടു പോകും ആ ഗാനം നാം ആലപിക്കുമ്പോൾ. രചനാലാളിത്യമാണ് വർഗീസ് സാറിൻ്റെ ഈ വരികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ വർഗീസ് മാളിയേക്കൽ എന്ന പേര് കേട്ടത് സ്കൂൾ കാലഘട്ടത്തിൽ UP ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്രിസ്മസ് അടുക്കുമ്പോൾ ക്രിസ്മസ് കരോളിന് പാടാൻ പാട്ട് വേണം. അന്ന് മലയാളം പാട്ടുകൾ അധികം കിട്ടാനില്ല. അപ്പോൾ വർഗീസ് മാളിയേക്കലിൻ്റെ ഒരു പുസ്തകമായിരുന്നു, പാരഡി ഗാനങ്ങളാണ്. ഈ പാരഡി ഗാനങ്ങളാണ് ഞങ്ങൾ കരോളിന് പാടിക്കൊണ്ടിരുന്നത്. അതാണ് വർഗീസ് മാളിയേക്കലിൻ്റെ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പതിയുന്നത്. തീർച്ചയായിട്ടും ആ ഓർമ്മ, അദ്ദേഹം എൻ്റെ കറുകുറ്റിയാണ് വീട്, തിരുമുടുക്കുന്നിലായിരുന്നു എന്നുള്ളത് വളരെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. പിതാവും ഒക്കെ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് കിടന്ന മുത്തിനെ അറിയാനായിട്ട് വളരെ വൈകിപ്പോയതിൻ്റെ ദുഃഖവും വിഷമമൊക്കെയുണ്ട്. എല്ലാ ദിവസവും കലർ കോളേജിൽ മലയാളം ക്ലാസ് മാഷിൻ്റെ ഒരു പ്രായം പരിഗണിച്ചുണ്ടാകണ്ട. 2 ദിവസം കൂടുമ്പോൾ 3 ക്ലാസ് 3 അവർക്ക് എടുക്കും. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി അല്ലെങ്കിൽ ചൊവ്വ വ്യാഴം അങ്ങനെയൊക്കെ ആകാം. അന്ന് വന്നാൽ സാർ ഒരു 3 or 4
ക്ലാസ്സുകൾ ഫസ്റ്റ് പ്രീ ഡിഗ്രി മുതൽ സെക്കൻഡ് ബികോം വരെയുള്ള ക്ലാസ്സുകൾ മലയാളം അധ്യാപകനായിരുന്നു. ഇടവേളകളിലാണ് അദ്ദേഹം നമ്മൾ സംസാരിക്കുക. ഇടവേളകൾ ഇത്തേറെ സന്തോഷകരമാക്കിയിരുന്നത് പണ്ഡിറ്റ് മാഷാണ്. ഞങ്ങളൊക്കെ PSC ടെസ്റ്റ് എഴുതാനുള്ള ശ്രമത്തിലും UPSC പരീക്ഷ എങ്ങനെ മറികടന്ന് വരാം എന്നുള്ള പരീക്ഷയിലും മധുര കോഴ്സിൽ അച്ഛനുണ്ടായിട്ടും എനിക്കെന്താ ജോലി കിട്ടാത്തത് എന്നൊക്കെയുള്ള വലിയ സങ്കടങ്ങളിൽ ഉഴറുന്ന സമയത്ത് മനസ്സിൽ അതിലേറെ വലിയ അഗ്നികുണ്ഡം പുകയുമ്പോഴും ചിരിച്ച മനസ്സോടുകൂടി ഞങ്ങളെ ആശ്വസിപ്പിച്ചത് പണ്ഡിറ്റ് മാഷായിരുന്നു. പണ്ഡിറ്റ് മാഷ് നടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ ഇവിടെ പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഞങ്ങളുടെ അമ്മ കൂടിയായിട്ടുള്ള നിർമ്മല ടീച്ചറായാലും ഇവിടെ ഇരിക്കുന്ന ബോബനും കൃഷ്ണൻ ചേച്ചി ഉൾപ്പെടുന്നവരായാലും മൃദുല ചേച്ചി ഉൾപ്പെടുന്നവരായാലും ഒക്കെ ഇതൊന്നും ബാബുവും ഒന്നും മറക്കുന്ന കാര്യമല്ല. ആ കനൽ വഴികളിലൂടെ ചുട്ടുകൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുമ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി അല്ലാതെ പണ്ഡിറ്റ് മാഷെ കാണാത്തവർ ഈ ആൾക്കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടവരാരും ഉണ്ടാകും.